ഷിബു ബേബി ജോൺ നമുക്കൊപ്പമുണ്ട്. ശ്രീ ഷിബു ബേബി ജോൺ, എന്റെ ചോദ്യം അങ്ങ് കേട്ടു എന്ന് വിചാരിക്കുന്നു. ടെലിഫോൺ ബന്ധം കട്ടായിരുന്നു. ഇതിൽ RSPയുടെ നിലപാട് എന്താണ് ഈ അറസ്റ്റ്? അല്ല, ഇന്നലെ അൻവർ ഉന്നയിച്ച വിഷയം അവിടെ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കേണ്ട വിഷയമല്ല. കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ സർക്കാരിന്റെ നിഷ്ക്രിയത്വം ആണ് എല്ലാവർക്കും പരിഭവം ഇളവാക്കുന്ന കാര്യം. അത് പക്ഷേ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് അൻവർ ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തു. അതിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. അൻവറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കാട്ടാന ശല്യം ഇല്ലാതാകുന്നില്ല, അതിനെതിരെ നടപടിയുണ്ട് എന്നുള്ളവർ പറയുന്നില്ല. പക്ഷേ അടക്കമുള്ള ചാർജുകളാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളത്. ഓഫീസ് തല്ലി തകർത്തു, ഓഫീസ് അവധിയായിരുന്നു, തല്ലി തകർത്തു. അല്ല, അത് പ്രതിഷേധം ചെയ്യുകയുണ്ടായി. അതിനെതിരെ MLA വോട്ട് തള്ളി പൊളിച്ചതായിട്ടോ മറ്റോ ഒന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. അതായത് ഇത് പക്ഷേ ഒരു വൈരാഗ്യത്തോടു കൂടി ഈ വിഷയം ഉന്നയിച്ചതിന്റെ ഒരു വൈരാഗ്യമാണ് ഇതിൽ കാണുന്നത്. അല്ലെങ്കിൽ അൻവറിനോടുള്ള വ്യക്തിപരമായ വിദ്വേഷമാണ് അതിൽ പ്രതികരിക്കുന്നത് എന്ന് തന്നെയാണ്. അതിപ്പം നരേന്ദ്രമോദി അനുവർത്തിക്കുന്ന അതേ നയമാണ്. ഒരു ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അല്പം അതിൽ കടന്നു പോയാലും നിയമത്തിന്റെ വഴി പോട്ടെ. പക്ഷെ അത് ജനപ്രതിനിധിയെ അതിൽ പ്രതിയാക്കി രാത്രി അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ വൈകി പോയി അറസ്റ്റ് ചെയ്യുന്നത് വലിയൊരു പോലീസ് സന്നാഹം വീടിനുള്ളിൽ ക്യാമ്പ് ചെയ്ത് വീടിനുള്ളിൽ കയറി അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് പോകുന്നതാണ് കണ്ടത്. നമ്മൾ നിയമസഭയിൽ കണ്ടതല്ലേ? പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ എന്താണ് ഈ പോലീസ് നടപടിയെടുത്തത്? അതെ, ഞാൻ പറഞ്ഞത് LDF നടത്തിയിട്ടുള്ള സമരവും അല്ലെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇത് തികച്ചും ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് ഇന്നലെ സമരത്തിന്റെ പിന്നിലുണ്ടായ അൻവർ മുന്നോട്ട് വെച്ച. അതായത് അൻവറിന്റെ ഈ സമരത്തിന്, അൻവറിന്റെ ഈ പ്രതിഷേധത്തിന് ധാർമ്മികമായ പിന്തുണ നൽകുന്നുണ്ട് താങ്കൾ? അല്ല, തീർച്ചയായിട്ടും ഇന്നലെ അൻവർ ഉന്നയിച്ച വിഷയം ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിന്റെ ആകെ മലയോര പ്രദേശങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ ഓരോ ദിവസവും സർക്കാർ ഇങ്ങനെ മരണം ഉണ്ടാകുന്നു. സർക്കാർ യാതൊന്നും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതൊരു ഈ വിഷയത്തിൽ ധാർമ്മികമായ പിന്തുണയുണ്ട് അല്ലേ? ഇന്നലത്തെ സമരത്തിന്റെ വിഷയത്തിൽ തീർച്ചയായിട്ടും അൻവർ ഉന്നയിച്ച വിഷയത്തിനോട് പിന്തുണയുണ്ട്. താങ്ക് യു. ഒരു കാര്യം കൂടി, UDF അദ്ദേഹത്തിന്റെ പ്രവേശനം ചർച്ചയായിട്ടില്ല എന്നാണ് VD സതീശൻ പറയുന്നതെങ്കിലും ഇപ്പോൾ വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് PV അൻവറിന് UDF വരാനുള്ള വാതിൽ തുറന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു അജണ്ട വന്നിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലത്തെ ഒരു വിഷയത്തിന് പ്രശ്നാധിഷ്ഠിതമായ പിന്തുണ എന്ന് പറയുമ്പോൾ അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അൻവർ പലപ്പോഴും പല രാഷ്ട്രീയ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അൻവറിന്റെ രാഷ്ട്രീയം വ്യക്തമാകട്ടെ, എന്നിട്ട് മാത്രമേ ഞങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കത്തുള്ളൂ. UDF എല്ലാ ഘടകകക്ഷികൾക്കും അങ്ങനെ സാധിക്കത്തുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. താങ്ക് യു ശ്രീ ഷിബു ബേബി ജോൺ. പ്രശ്നാധിഷ്ഠിതമായ പിന്തുണയാണ് ഇപ്പോൾ RSP നേതാവ് ഷിബു ബേബി ജോൺ നൽകിയിരിക്കുന്നത്.